കേരളത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി മുഖ്യമന്ത്രി പാലക്കാടെത്തി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ജില്ലാതല യോഗം ചേർന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 500 പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പാലക്കാട് ജില്ലാതല യോഗം ചേർന്നത്. വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ജില്ലാതല യോഗത്തിൽ പങ്കെടുത്തത്. ഇവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകി. കേരളത്തിന്റെ വികസനത്തിന് പിണറായിയുടെ നേതൃത്വം അനിവാര്യമായിരുന്നുവെന്ന് മുഖാമുഖത്തിൽ പങ്കെടുത്ത മുൻ DCC പ്രസിഡന്റും MLA-യുമായിരുന്ന AV ഗോപിനാഥ് പറഞ്ഞു. 6 മാസത്തിന്റെ ഒരിക്കൽ വരിക മുഖ്യമന്ത്രി, ജനങ്ങളോട് ആശയവിനിമയം നടത്തുക, എന്താണ് പ്രശ്നങ്ങൾ പഠിക്കുക, ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുക. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൽ 100% ചെയ്യാൻ കഴിയില്ലെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ സാങ്കേതിക മേഖല ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഞാൻ പറയുന്നത് കേരളത്തിലെ 1ാം നമ്പർ സംസ്ഥാനം കേരളം മാറും. അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കൽ ഭരണകർത്താക്കളുടെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇത് കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർ സ്റ്റഡീഡ്, അയാൾ പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മുഖാമുഖത്തിലെ അഭിപ്രായങ്ങൾ വെറുതെയാവില്ലെന്ന് തെളിയിച്ചയാളാണ് മുഖ്യമന്ത്രിയെന്ന് വ്യവസായിയായ മിൻഹാജ് പറഞ്ഞു. പാലക്കാട് വികസനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് CM വളരെ വ്യക്തമായി തന്നെ അതിന് റിപ്ലൈ ചെയ്യും. വ്യക്തമായി വളരെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ചർച്ച വളരെ വിജയമാണ്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന എല്ലാ കാര്യങ്ങളുമാണ്. പാലക്കാട് ചേർന്ന ജില്ലാതല യോഗത്തിൽ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി, GR അനിൽ, AK ശശീന്ദ്രൻ MLA-മാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് മലയാളം, പാലക്കാട്.